ഫഹം റെസിപ്പിയുടെ പറയാൻ പോണത് 2 മീഡിയം സൈസ് സവാള, കറി ലീവ്സ്, ജിഞ്ചർ, ഒരു 5 ഗ്രീൻ ചില്ലി, 2 മാഗി ക്യൂബ്, ഒരു 10-12 അല്ലി ഗാർലിക്, 2 മീഡിയം സൈസ് ടൊമാറ്റോ, മിൻറ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഞാനിവിടെ സ്കിന്നോട് കൂടിയിട്ടുള്ള 1 kg ചിക്കനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 2 മണിക്കൂറോളം ഞാൻ ഇവിടെ ഉപ്പും തൈരും പെപ്പർ പൗഡറും കൂടി മിക്സാക്കി 2 മണിക്കൂറോളം വെള്ളത്തിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കന്. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും ചിക്കനൊക്കെ. നേരത്തെ തയ്യാറാക്കി വെച്ചതെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്തത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ മസാലയിലിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ, മിനിമം 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായി പിടിക്കും. ഞാനിതിവിടെ എയർ ഫ്രയറിലാണ് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എയർ ഫ്രയറിൽ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഞാനിതിവിടെ ഓയിലില്ലാതെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് എയർ ഫ്രയറിൽ ചെയ്യണത്. നമുക്കിതിൽ ടൈമും അതേപോലെ ഇതിൽ ചൂടൊക്കെ സെറ്റ് ചെയ്യാം. ഞാൻ 200 ഡിഗ്രിയിലാണ് ചിക്കൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. 200 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റ് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ഞാനൊരു 22 മിനിറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ ടൈം വേണമെങ്കിൽ നമുക്ക് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ചിക്കന് ഒന്ന് തുറന്ന് നോക്കാം, എന്താണെന്ന് നോക്കാം. അപ്പോൾ തുറന്നിട്ട് ചിക്കന് ഞാനൊന്ന് തിരിച്ചിട്ടെടുത്തിട്ട് ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഒരു 10 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ചിക്കന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിരുന്നു, എന്നാലേ 2 ഭാഗവും നന്നായി വെന്ത് കിട്ടുള്ളൂ. നമ്മൾ എയർ ഫ്രയറിലായതുകൊണ്ട് നമ്മൾ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. സാധാരണ നമ്മൾ ഗ്രില്ലിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കില്ല. അതുപോലെ തന്നെ നമ്മൾ എയർ ഫ്രയറിൽ ചെയ്യുമ്പോഴും ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താലേ 2 ഭാഗവും നന്നായി വെന്ത് കിട്ടുള്ളൂ. ഞാൻ 22 ടൈമായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ഒരു 10 മിനിറ്റ് കൂടി ഞാൻ ടൈം ആഡ് ചെയ്തിരുന്നു. നമ്മളെ ചിക്കന് നന്നായി 2 ഭാഗവും നന്നായി വെന്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓയിലില്ലാതെ നമുക്ക് എയർ ഫ്രയറിൽ നന്നായി അടിപൊളിയായിട്ട് അൽഫാം ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കൂ.